ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബുഷ് ഓറഞ്ച് അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഓറഞ്ചിനെ കുറിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും അതുപോലെ തന്നെ ബുഷ് ഓറഞ്ച് വാങ്ങിച്ച് വളർത്തുന്നവരുണ്ട്. ഈ ഓറഞ്ച് കാഴ്ചയിൽ വളരെ ചെറിയ കായ്കളാണ് ഉണ്ടാകണമെങ്കിലും ടേസ്റ്റിലും സ്മെല്ലിലും ഒക്കെ വളരെയധികം വ്യത്യസ്തമാണ് കേട്ടോ. ഓറഞ്ച് കഴിക്കും പോലെ നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല, കാരണം അത്രക്കും പുളിയാണ് ഈ ഒരു നാരങ്ങക്കുള്ളത്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ജ്യൂസ് അടിച്ചാലുണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ, അത്രക്കും ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് ഈ ഒരു ഓറഞ്ചിനുള്ളത്. ചിലർ ഇതൊക്കെ അച്ചാറിടാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഞങ്ങളിത് കൂടുതലും വെള്ളം കലക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ വരുന്ന വിരുന്നുകാർക്കൊക്കെ ഇത് ഒരു 1-2 ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഉപകാരമായിരിക്കും ഈ ഒരു പ്ലാന്റ് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ. ഒരു തൈയാണ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടപ്രകാരം ഓറഞ്ച് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ചെറുനാരങ്ങയുടെ ജ്യൂസിനേക്കാളും വളരെ ടേസ്റ്റാണ് ഈ ഇതുകൊണ്ടുള്ള ജ്യൂസ്. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക രസമുണ്ട് ഈ ഒരു ഓറഞ്ചിന്. മൂപ്പെത്തിയാൽ ഈ ഓറഞ്ചിന് ഇളം ഓറഞ്ച് നിറത്തിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. നമ്മൾ ഓറഞ്ചിനെ പോലെ തന്നെ ബുഷ് ഓറഞ്ച് എന്ന പേര് പോലെ തന്നെ ഈ ചെടി അധികം പൊക്കമൊന്നും വെക്കാറില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആർക്കും പൊട്ടിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ജ്യൂസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല കേട്ടോ, ഏത് സമയത്തും ഇതിൽ ഓറഞ്ച് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഓറഞ്ചിൽ വിറ്റാമിൻ സി ധാരാളം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കഴിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തണുത്ത പഞ്ചസാര പാനിയിൽ ബുഷ് ഓറഞ്ചിൻ്റെ നീര്, പിന്നെ ഫ്രഷ് നീരും കുറച്ച് ഇഞ്ചി നീരും ഒക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിക്കാനും, അതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴൊക്കെ നല്ല തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഓറഞ്ച് നല്ല പഴുത്ത് പാകമായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിത്തുകൾ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് കഴിച്ചിട്ടുള്ള ഒരു നിർബന്ധമായിട്ട് ഒരു തൈ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കും, അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ്. ഈ ചെടി വീട്ടിലില്ലാത്തവരൊരു തൈയെങ്കിലും നട്ട് വളർത്തുക. വലിയ വിലയൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് ഈ ബുഷ് ഓറഞ്ച്. പിന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് തന്നെ നമ്മൾ ഈ ഒരു ചെടി വാങ്ങിയാൽ നട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടിവളമായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ചെടിക്ക് വരുന്ന രോഗം ഇല ചുരുളിലാണ്. അതിന് നമ്മൾ സീഡോമോണസ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായി ചേർത്തിട്ട് ഇലകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ രോഗം മാറി കിട്ടുന്നതാണ്. പിന്നെ ഈ ഓറഞ്ച് വീട്ടിലുള്ളവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. ഇത് പഴുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഇതിലും നമുക്ക് ഈ ഒരു പച്ച കളറിൽ നമുക്കിത് എടുത്ത് ജ്യൂസ് അടിക്കാൻ പറ്റും. വളരെ ചെറുതാവാതിരുന്നാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നമ്മളെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേര് പോലെ തന്നെ ബുഷി ഓറഞ്ച് എന്ന് പറയുന്ന പോലെ തന്നെ ബുഷിയായിട്ട് നിൽക്കുള്ളൂ, കൂടുതലൊന്നും ഉയരത്തിൽ വളരാറില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇത് എളുപ്പത്തിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റും, കുട്ടികൾക്കായാലും വലിയവർക്കായാലും. അപ്പോൾ ഈ ചെടിയൊന്നും നോക്കൂ, ഇത് കൂടുതലൊന്നും ഉയരത്തിൽ വളർന്നിട്ടില്ല എങ്കിലും ഒരുപാട് ഓറഞ്ച് ഈ ഒരു പ്ലാന്റിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെയാണ്, അതുകൊണ്ട് കാണാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും ഞാൻ ചിലതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ടായിരുന്ന ഒക്കെ ഞങ്ങളിപ്പോൾ അടുത്ത ദിവസം പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊട്ടിച്ചെടുത്തത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ പഴുത്ത് പോകുന്നതാണെങ്കിൽ അതേപോലെ പൊട്ടിച്ച് വെക്കാം. പഴുത്താലും കുറേ ഒക്കെ ഈ ഒരു ചെടിയിൽ തന്നെ ഇതിങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. ഇതൊന്നും പെട്ടെന്ന് താഴെ വീണ് പോവാറില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ബുഷ് ഓറഞ്ച് വീട്ടിൽ നട്ട് വളർത്തുന്നവരുണ്ടെങ്കിൽ കമൻ്റായിട്ടൊക്കെ അറിയിക്കുക കേട്ടോ. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.